സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ ഇതാ വീണ്ടും രാവിലെയൊക്കെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തറിയാൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർണ്ണവില തകരാനല്ല, സ്വർണ്ണവില മുകളിലേക്ക് അഥവാ ചെറിയ ഡിപ്പുകൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വാങ്ങാനുള്ള അവസരങ്ങളായിട്ട് മാത്രം ഉപയോഗപ്പെടുത്തുക, ഇത് വിൽക്കാനുള്ള സമയം അല്ല എന്ന് എന്തറിയാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സ്വർണ്ണവില മുകളിലേക്കാണ് പോകാൻ സാധ്യത, 2 ലക്ഷത്തിലേക്ക് പോകാനുള്ള പ്രതീക്ഷകളാണ് നിങ്ങൾ മനസ്സിലുണ്ടാകേണ്ടത് എന്ന് പോലും ഇന്ത്യയിലെ തകർന്ന സമയത്ത് പോലും ഇന്ത്യയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വന്നിട്ടുണ്ട്. $4,200 അടുത്തേക്ക് പോയി. ഇപ്പോൾ $4,179 ഇന്നലെ വീണ്ടും രാത്രി ആദ്യത്തെ ഇന്നലെ NFP ഡാറ്റ വന്നപ്പോൾ ഭയങ്കര മോശം ഡാറ്റ, മോശം പറഞ്ഞാൽ മോശം. ഫഹദ് ഫാസിൽ പറയുന്നുണ്ടല്ലോ, കുമ്പളങ്ങ മേടിച്ചില്ല, മോശം പറഞ്ഞാൽ മോശം അത്രമാത്രം മോശം ഡാറ്റയാണ് NFP ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നത്. 57,000 ആ റേഞ്ചിൽ മാത്രമാണ് എന്ത് വന്നിട്ടുള്ളത്, ജോബ് ആഡ് ചെയ്യാൻ കഴിയുന്നത്. 1,10,000 ആൾറെഡി സോഫ്റ്റ് ആയിക്കാണ്ടുള്ള ഒരു ഡാറ്റയാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. 1,10,000 മാത്രമേ ആഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റിനോട് വീണ്ടും മറ്റൊരു സോഫ്റ്റ് വന്നാലുള്ള സ്ഥിതി ആലോചിച്ച് വയ്ക്കുക. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിലാണ് പിന്നെ കുറച്ച് 4.3 എക്സ്പെക്ട് ചെയ്തോട്ട് 4.2 വന്ന് ഒരു ഇതുണ്ടായിരുന്നു. അതൊരു ബാലൻസിങ്ങിനുള്ള സാധ്യതകളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഗോൾഡ് കിടക്കുന്നത് താഴെയല്ല. കിണറ്റേക്ക് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കിണറ്റിൽ നിന്ന് കയറാനാണ് നോക്കുക, ജീവനുള്ള ആളാണെങ്കിൽ. ചത്തതാണെങ്കിലാണ് പിന്നെ അവിടെ കിടക്കുകയുള്ളൂ, മനസ്സിലായി. അപ്പോൾ ഗോൾഡ് ഈസ് റിയൽ മണി എന്നുള്ളതാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. എപ്പോഴും മനസ്സിൽ തന്നെ അത് മനസ്സിൽ തന്നെ ഉണ്ടാകണം. അത് മനസ്സിൽ ഉണ്ടാകാതെ തന്നെ ഈ ചാനലിൻ്റെ പേര് തന്നെ നോക്കുക, റിയൽ എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ അത് വിട്ട് കളിച്ച് കഴിഞ്ഞാൽ പോയി. അപ്പോൾ ഇതിങ്ങനെ തകരാനാണ് എന്നുള്ള ചിന്ത വരും. അത് നിങ്ങൾ എന്താ ചെയ്തത്, 4,500 ആയപ്പോൾ 4,100 ആയാൽ മതിയായിരുന്നേ, അല്ലെങ്കിൽ 4,200 ആയാൽ മതിയായിരുന്നേ, അല്ലെങ്കിൽ 5,600 ആയപ്പോൾ 5,000 ആയപ്പോൾ, അല്ലെങ്കിൽ 4,500 ആവുമ്പോൾ വാങ്ങാമെന്ന് ഇങ്ങനെ കരുതും. 4,500 ആകുമ്പോൾ ഇനി 4,000 നാട്ടെ, ഇനി 4,000 നിങ്ങൾക്ക് ആയി തന്നോ, അപ്പോൾ നിങ്ങൾക്ക് ഇനി 3,500 ആവട്ടെ എന്ന് കരുതും. 3,500 ഞാൻ ഞങ്ങൾ 2,000 ആവട്ടെ എന്ന് കരുതും. അതാണ് അതിൻ്റെ സൈക്കോളജി. ആ സൈക്കോളജിക്കൽ ട്രാപ്പിൽ നിങ്ങൾ വികരുത് എന്നാണ് എൻ്റെ അറിവില്ല. അപ്പോൾ 3,940 വന്നിട്ടും അപ്പോഴും വെയിറ്റ് ചെയ്തു പലരും. അത് പല കാരണങ്ങളും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ മൈൻഡ് സെറ്റാണ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ. ഇപ്പം 4,200 ആയിപ്പോയി. അപ്പോൾ അയ്യോ, ഇനിയിപ്പോൾ 4,220 അവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ പണ്ട് 4,500 4,200 വന്നു കഴിഞ്ഞാൽ ചാടി വാങ്ങാൻ കരുതുന്ന ആൾക്കാർക്ക് മൈൻഡ് സെറ്റ് ഇപ്പോൾ എന്തായിക്കാരം അറിയോ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഇടിയും ഉയർന്നാലും വന്നേക്കാരം. അപ്പോൾ ഇത് ഇടിയാനുള്ള സാധനമല്ല, ഇത് മുകളിലേക്ക് ഇന്ത്യയിൽ 2 ലക്ഷം എന്ന് ഇപ്പോൾ 2-3 ദിവസം മുമ്പ് പറയാൻ കാരണം എന്താ പറയുക, ഇപ്പോഴത്തെ മൈൻഡിൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാം. ഇത് 2 ലക്ഷം എന്നല്ല, ഇത് വലിയ നമ്പറിലേക്ക് 5 ലക്ഷം അതിലേക്കൊക്കെ ബൈ ദ ടൈം ഇത് പോകാനുള്ള സാധ്യത. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ കിടക്കുക. കാരണം ഇനി എന്താ പറയുക, ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ ഗോൾഡിൽ വരും. കാരണം മറ്റുള്ളവർക്ക് അങ്ങനെ ആകുമ്പോൾ ലിക്വിഡിറ്റി ഇവിടുന്ന് കിട്ടുകയുള്ളൂ. ആദ്യം അത് താഴത്തേക്കൊന്ന് വരും, പിന്നീട് അത് റീബൗണ്ട് ചെയ്യും. ഇനി എന്തൊക്കെയാണ് July 4-ന് നാളെയാണ് എന്തൊക്കെ റീസെറ്റിൽ എന്തൊക്കെ തീരുമാനം വരുന്നു, July 24-ൽ എന്തൊക്കെ തീരുമാനങ്ങൾ വരുന്നു, അതൊക്കെ വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് അവധിയാണ്, ഫ്രൈഡേ ആയിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, വലിയ ലിക്വിഡിറ്റി അവസാനപ്പോഴേക്കും കുറഞ്ഞു വരും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് ഓർഡർ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഏത് ഡയറക്ഷൻ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ബേസ്ഡ് ഓൺ ദ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ അനുകൂലമായിട്ടുള്ള ഒരു ഡാറ്റയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ രീതിയിൽ ചെറിയ ഒരു ഓർഡറിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നലെ വൈകുന്നേരം കൂട്ടിയിട്ടുണ്ട്, 4,000 കൂടിയേക്കാവുന്ന സാധ്യതയാണ് ഇന്ത്യയിൽ പറയാൻ കഴിയുന്നത്. അപ്പോൾ വൈകുന്നേരം കൂട്ടിയിട്ടുണ്ട് NFPക്ക് ആ സമയത്ത്. അപ്പോൾ കേരളത്തിൽ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1,06,000 സംതിങ്ങിന് ഇപ്പോൾ ഉള്ളത് കറക്റ്റ് പറയാനില്ല. ഇപ്പോൾ 2,000 രൂപയുടെ അടുത്ത് കൂടിയ കറക്റ്റ് നോക്കട്ടെ. 1,06,800 അതിൻ്റെ അടുത്ത് ഇപ്പോൾ എന്തായാലും 2,000 രൂപയുടെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയാണല്ലോ കേട്ടോ. അത് ശരിക്കും 4,000 അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ഒന്ന് കൂട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലെപ്പോഴും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയുന്നത് വാങ്ങാനുള്ള അവസരമാണ് എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ പാനിക് ആവേണ്ട. ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ വരും, ഇത് തന്നെ 1 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇനിയും ഇടിയും 50,000 70,000 പറഞ്ഞാണ്ട് അങ്ങനത്തെ മൈൻഡ് സെറ്റ് കണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ആ സമയത്ത് ഇങ്ങനെ ആയിക്കാണ്ടുണ്ടാവും. കുറച്ച് കോട്ടിട്ടാണ്ട് കുറച്ച് ബുദ്ധിജീവികളും ഇറങ്ങും ആ സമയത്ത്. അപ്പോൾ അവിടെയുള്ള കറക്ഷനാണ്. ആ
ആക്ഷൻ നടത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. അവിടെയാണ് ഇന്ത്യയിൽ ചെയ്യാത്ത ഇന്ത്യയിൽ വീഡിയോ കുറേ നിർത്തിവെച്ച ഇന്ത്യയിൽ വേഗം വന്ന് വീഡിയോ ചെയ്യാനും കാരണം. ഓക്കെ, അപ്പോൾ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് തള്ളൽ വീഡിയോ ആയി മാറിയിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളായിട്ട് കാരണം ഇൻഡിപെൻഡൻസിന് പ്രത്യേകിച്ച് ഡാറ്റയൊന്നും ഇല്ല വരാൻ. നമ്മൾ വെറുതെ ഇങ്ങനെ കളകളാന്ന് പറയാൻ തരുന്നത് അതിൻ്റെ എഫക്റ്റാണിത്. ഫ്രൈഡേ ഇനി നെക്സ്റ്റ് വീക്കിലും എന്തെങ്കിലും ഡാറ്റാസും മിനിറ്റ്സൊക്കെ ഉണ്ട്. പക്ഷേ ഒരു NFPയെ പോലെയോ CPI പോലെയോ PCE പോലെയോ അല്ലെങ്കിൽ FMOC FMOC മിനിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ട്. അങ്ങനെ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരുള്ളൂ. അതിങ്ങനെ ഉപയോഗപ്പെടുത്തും. ഓക്കെ, താങ്ക് യു.